ഹായ്, അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ലൊക്കേഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു തണുത്തൊരു സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കണ്ടില്ലേ? അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ടൈം 6:30 ആവണുള്ളൂ, മോർണിംഗ് 6:30. അപ്പം നല്ല തണുപ്പുള്ളത് കൊണ്ട് പറയുന്നത് ക്ലിയർ ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാണ്. കുറേ നാളായില്ലേ അഗ്രികൾച്ചർ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാപ്പാടാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, വൈബ് മീൻസ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം വീണ്ടും വരാൻ തോന്നിക്കുന്ന എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഈ ഊട്ടിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഹോം ടൂർ. ഞാനിവിടെ താമസിക്കുന്നത് ഒരു വീടാണ്. നിങ്ങൾ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടായിരിക്കും, ഒരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ വെൽക്കം ടു ഊട്ടി ആൻഡ് വെൽക്കം ടു ഹോം ടൂർ ഇൻ ഊട്ടി. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഷാരോൺ ഹോം സ്റ്റേ എന്നാണ്. ഈ സ്ഥലം നിയർ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ബാക്ക് സൈഡ്, സൗത്ത് വിക്ക്, ഊട്ടി 643001. ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഊട്ടിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക, നമ്മുടെ ആടിയൊക്കെ കൂട്ടിയിടിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു തണുപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബ്. അതുകൊണ്ടായിരിക്കും കേട്ടോ എൻ്റെ സൗണ്ട് അടഞ്ഞതായിട്ടും അതുപോലെയൊക്കെ തോന്നുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ ഹോം ടൂർ കാണിച്ചു തരണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഭാവിയിൽ ഊട്ടിയിലേക്ക് വരുന്നവർക്കൊക്കെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിന് വേണ്ടിയിട്ടാണ്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഊട്ടിയിൽ വന്നിട്ട് ഏതാണ് നല്ല ഹോം സ്റ്റേ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഹോം സ്റ്റേയിൽ ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻ്റായിട്ട് താമസിച്ച ഷാരോൺ ഹോം സ്റ്റേ ഏതാണ്ട് നല്ല ഫെസിലിറ്റീസൊക്കെ തന്നൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ പറയുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഹോം സ്റ്റേയുടെ മുറ്റാണ്. അവിടെ ഒരുപാട് പൂക്കളൊക്കെ അതിമനോഹരമായിട്ട് വളർന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സൂപ്പർബായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് മൊത്തത്തിൽ നമ്മൾ താമസിച്ച ആ ഒരു ഹോമിൻ്റെ ഒരു വ്യൂ. ഇതല്ല, ഇത് അപ്പുറത്തെ ഒരു ഹോമാണ്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുറ്റം തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ. അടിപൊളി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അടിപൊളി. പിന്നെ കുറച്ച് കാറ്റൊക്കെയുള്ള കാരണം അടിപൊളിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഈ ഹോം സ്റ്റേയുടെ മുറ്റത്ത് തന്നെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ആയിരിക്കണം ഈ ചെടികൾക്കും അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേക്ക് വേണ്ട എല്ലാ വെള്ളവും എത്തുന്നത്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ട് നടാനായിട്ട് തോന്നും. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റിൽ ഇതൊക്കെ വളരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ദാ ഈ ചെടിയുടെ സൈഡ് കണ്ടോ, ഇപ്പോൾ കാണുന്ന ചെടി, ഈ ചെടിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ദാ ഈ കാണുന്ന ചേട്ടനാണ് ഇത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ദാ വീടിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു മിറർ കാണുന്നു. ചെക്കൗട്ട് ടൈം 12 മണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ആ മിററിൽ കാണാവുന്നതാണ്. ഈ കാണുന്ന വാതിൽ ഉള്ളിലെ ഒരു റൂമുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇവിടെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. നല്ലൊരു സെറ്റപ്പാണ്. ആദ്യം കാണുന്നത് ഈ റൂമാണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് കാലത്ത് 6:30 ആയതുകൊണ്ട് എല്ലാവരും എണീറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഓരോ റൂമിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇത് നടയിലകാണ്. ഈ സൈഡിലും ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിലും ആളുകൾ എണീറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. 2 റൂമുകളാണ് താഴെയുള്ളത്. പലയിടത്തും ലൈറ്റ് ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ടതാണ്. 2 റൂമുകളുടെയും മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഡൈനിങ് ഏരിയയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ആർക്കെങ്കിലും വേണമെങ്കിൽ കിടക്കാം.
മൊത്തത്തിൽ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 35 പേരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 35 മുതൽ 40 വരെ ആളുകൾക്ക് ഇവിടെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. താഴത്ത് 2 റൂമാണുള്ളത്. അതുകൂടാതെ ഡൈനിങ് ടേബിൾ. ഇതൊരു പൂജാമുറി ആയിരുന്നിരിക്കണം, പക്ഷേ ഇപ്പോൾ ഇവിടെ പൂജയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഈ കാണുന്നത് കിച്ചണാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ആരും എണീറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കിച്ചൺ ഇപ്പോൾ നമ്മൾ പ്രോസസ്സിങ് തുടങ്ങിയിട്ടില്ല. പക്ഷേ കിച്ചണൊക്കെ അടിപൊളി സെറ്റപ്പാണ്. ഇപ്പോൾ നിൽക്കുന്നത് സാബു ജെന്നിയൊക്കെയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 33 45 അവന് വന്ന് ആ എനിക്ക് എത്ര വയസ്സായിന്ന് അയാളോട് ഗസ് ചെയ്യാൻ പറയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് 30-ന് താഴെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. ഞാൻ പറഞ്ഞു 28 വയസ്സാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വയസ്സ് അങ്ങനെ കുറച്ച് പറഞ്ഞപ്പോൾ ഒരു മനസുഖം. അവനുടെ ഗസ് പണ്ണുങ്കോ அவன் தானே பெரியவன். ஆனா அவன் தானே பெரியவன். 35 வயசுக்கு மட்டும்தான் பெரியவர். எல்லாமே உங்களை கண்ணு அவங்ககிட்ட தான் நான் ആവശ്യത്തിലധികം കബോർഡുകളൊക്കെ എന്തായാലും ഇവിടെ ഉണ്ട്. നമ്മളൊരു ചായ തിളപ്പിക്കാനുള്ള സെറ്റപ്പിലാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആരും എണീറ്റിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റതുകൊണ്ട് എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇതാ ഇവിടെ വീണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെയുണ്ട്. ഇനി പുറത്തേക്ക് കടക്കാം. പുറത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ദാ ഇവിടെ കാണുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നലെ ഇവിടെയല്ല ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തത്. പകരം ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെയായിരുന്നു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ താഴത്തെ നിലയിൽ 2 റൂമുണ്ട്. 2 റൂമും അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു പൂജാ റൂമുണ്ട്. പൂജാ റൂം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. 2 റൂമുകളുടെയും അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഫാമിലീസിന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കുക്ക് ചെയ്തുണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം ഡൈനിങ് ഏരിയയിലിരുന്ന് നമുക്ക് സെർവ് ചെയ്യാനും സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഹോം സ്റ്റേയിൽ 35 മുതൽ 40 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. അടിയിൽ 2 മുറി, 2ഉം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ഡൈനിങ് ഹാൾ, കിച്ചൺ, പൂജാമുറി, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ 3 റൂമാണ് ഉള്ളത്. അതിൽ 2 റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത് കഴിഞ്ഞ് ഒരു റൂമിൽ ബാത്റൂമില്ല, പക്ഷേ അവിടെയും നമുക്ക് ഒരു ബെഡ്റൂമായി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം. അത് ഓപ്പൺ അല്ല, കാരണം ഇപ്പോഴും ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇത് അടുത്ത ബെഡ്റൂം, അതിലും ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയോടുകൂടെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇതിൽ ഒന്ന് തുറന്ന് നോക്കാം. അവിടെ കുറച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകളാണ്. അവിടെ എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാലത്ത് മോർണിംഗ് വാക്കിന് വേണ്ടി പോകണം എന്നവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോയതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് ബെഡ്റൂമുകളും. ഈ ബെഡ്റൂമിൽ TV ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്, കബോർഡുകളുണ്ട്, അലമാരയുണ്ട്, മിററുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ റൂമാണിത്. ഇത് ബാത്റൂം. ഇപ്പോൾ അവിടെ ആളുകളില്ലാത്ത കാരണമാണ് ഞാൻ അവിടേക്ക് വന്നത്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത മറ്റൊരു ബെഡ്റൂമും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു
കാണിച്ചു തരുന്നു. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നവരുടെ പ്രൈവസി നമ്മൾ എന്തായാലും ബഹുമാനിക്കണം. ഇതാ നോക്കൂ, അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇവരെല്ലാം യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ബാച്ചിലേഴ്സുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിലെ കിടന്നുറങ്ങുന്നവരെ കൂടെ കാണിച്ചു തന്നത്. ഇവിടുത്തെ ജനൽ വ്യൂ സൂപ്പറാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻഡ്രൂസ്. ആൻഡ്രൂസ്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 12 വർഷമായി. 12 വർഷമായില്ലേ? ഓക്കെ. അപ്പം ഞാനൊരു ഹോം ടൂറൊക്കെ എടുത്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം ചേട്ടന് എന്തെങ്കിലും യൂട്യൂബിൽ പറയാനുണ്ടോ? പക്ക സർവീസ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയാം. പക്ക സർവീസ്, അടിപൊളി സർവീസ് അല്ലേ? അടിപൊളി. ശരി ചേട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മോർണിംഗ് ആണ്, അതുകൊണ്ടാണ് എല്ലാ റൂംസൊന്നും തുറന്ന് കാണിക്കാത്തത്. എല്ലാത്തിലും ഞങ്ങളുടെ മെമ്പേഴ്സ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ ആയിട്ടും ന്യൂ ഇയർ ഒക്കെ ആയിട്ടും എല്ലാവരും അടിച്ച് പൊളിക്കുകയാണെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു. ഇഡ്ലിക്ക് കാലത്ത് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിന് എത്രയാണ് ഇവിടെ ഒരു ദിവസം നിൽക്കുന്നതിൻ്റെ ചിലവ് എന്ന് ഞാൻ പറയാനായിട്ട് മറന്നുപോയി. അതിന് ഏകദേശം 12,000 രൂപ മുതൽ 13,000 രൂപ വരെയാണ് വരുന്നത്. അപ്പോൾ നമ്പറൊക്കെ ഞാൻ ഇതിൽ ആദ്യമേ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. എങ്ങനെയുണ്ട് ഇഡ്ഡലി? എങ്ങനെയുണ്ട് ബാബങ്ങളെ? ഇഡ്ഡലിക്ക് എന്താ കോമ്പിനേഷൻ? സാമ്പാറല്ലേ? ഇരുന്ന് കഴിക്കണില്ലേ? നിന്ന് കഴിക്കാം. ഗ്രൂപ്പിലിടണില്ലേ? യൂട്യൂബിലിടാം. ആ, ഇതെല്ലാമാ? അത് പറ്റില്ലേ? ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഇടുക പോരെ? ഫോട്ടോസ് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ വീഡിയോ ഞാൻ ലിങ്ക് അയച്ചുതരാം. ഇവർക്കറിയാലോ, നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ നമ്മൾ ഈ ഹോം സ്റ്റേയോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി വീണ്ടും ഊട്ടിയിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ തന്നെ താമസിക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഹോം സ്റ്റേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങുകയാണ്. തലേ ദിവസത്തെ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ അറ്റ് ഹോം അത് കാണിക്കാം. ഇവിടെ വന്ന് ഹോം സ്റ്റേയിൽ ഞങ്ങൾ നടത്തിയ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ കുട്ടി വലിയ സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും ഇവിടെ വെച്ചാണ് നടന്നത്, അതുകൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറുന്നത്. എല്ലാവരും, കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വന്ന എല്ലാവരുടെയും പേരുകൾ എഴുതി ഒരു ബോക്സിലിടുകയാണ്. ഇതിൽ നിന്ന് ഓരോരുത്തരായി അവരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറും, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എന്ത് തന്നെയായാലും ഇതൊരു രസമാണ്, ഇതൊരു അടിപൊളി ഫാമിലി ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചു കൊള്ളുന്നു.
കിച്ചണിൽ വെച്ചിട്ടുണ്ട്. ജെറിച്ചേട്ടാ എടുത്തു അതിപ്പോ പറയാം. കുറച്ച് ഒരു നിങ്ങളുടെ സമ്മാനം സഞ്ചിയില് ചാക്കില കൊണ്ട് തന്നെ അത് പൊട്ടിച്ചിട്ട് എങ്ങാനും എടുത്തു ഒരു ക്ലൂ എന്റെ ഗിഫ്റ്റ് എന്നെ നോക്കണേ അല്ലാതെ അങ്ങനെയല്ലേ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ആദർശ് പറയും. ലാസ്റ്റ് അല്ല ആർക്കാണ് കിട്ടിയ ആ സമയത്ത് കിട്ടും.
കഴിഞ്ഞു ഇനി കൂടുതൽ വയസ്സുള്ള ആളുടെ തന്നെ തുടങ്ങണം വീണ്ടും. ആ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞില്ലേ? ഓരോ പാക്കറ്റ് അല്ല റോസ്ലിമയുടെ അതായി. ഇനി കുഞ്ഞാൻറ്റി തുടങ്ങട്ടെ. ജോഫേച്ചി ഇനി കുഞ്ഞാൻറ്റി തുടങ്ങട്ടെ. കൊടുത്തു ഫസ്റ്റത്തെ. ആ കുഞ്ഞാൻറ്റി തുടങ്ങ്. കാണിക്കാൻ പറ്റില്ല. ആ കൊടുത്തോ. അല്ല എനിക്കാണോ? ഒരു മിനിറ്റ് പിടിക്കേ. എനിക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാള്, എനിക്ക് ഈ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാണ് ഞാനിത് കൊടുക്കുന്നത്. അല്ല അയ്യോ ആളെ ഞാൻ കാണാനില്ലല്ലോ. രണ്ടരയുടെ മഞ്ച് ജെന്നി ആള് കഷ്ടപ്പെട്ട് പൊതിഞ്ഞ് പത്രത്തിൽ വെട്ടി പാപങ്ങളുടെ അശ്വിൻ അവനോട് കിട്ടിയത് മേടിച്ചോ ഓക്കെ താങ്ക് യു.
കിട്ടിയ ആളല്ലേ കിട്ടിയ ആളെ ഞാൻ നോക്കട്ടെ മൊത്തത്തിൽ കൊടുക്കാനാ ഇഷ്ടമുള്ളവരെ കൊടുക്കാനാ ഇത് ഭാവി നിന്ന മൊത്തത്തിൽ വീട്ടുകാരും വരുന്നുണ്ടാവുള്ള അവസാനല്ലേ കഴിഞ്ഞിട്ടില്ലേ ആൾക്കാരെ പൊതു പിടിച്ചിരിക്കുന്ന അപ്പൊ സാറിന് കിട്ടിയതോ അപ്പൊ അടുത്ത ബാബങ്ങളിൽ കിട്ടിയതല്ലേ മോള് കൊടുത്തതല്ലേ ഇനി ആരാ കൈ പൊന്തിച്ച ഇനി കൊടുക്കാനുള്ളവര് അല്ലാതെ അതെ ആകെ ഒരാളാണല്ലോ സിബു മാത്രമുള്ള അതെങ്ങനെയത് അപ്പൊ ഡെറിക്കിന് കിട്ടുന്ന ഞാനാണിപ്പോ അല്ല ഡെറിക്കിന് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവല്ലോ ആളെ വേണം കുളിച്ചോ ഇനി രണ്ടുപേരല്ലേ ഉള്ളോ എനിക്ക് കിട്ടി ജെറിച്ചേട്ടനെ കഴിഞ്ഞില്ലേ അല്ല ഇനി കുഞ്ഞാന്റി സിബു മാത്രല്ലേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ടല്ലേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ നിങ്ങളുടെ ഇവര് രണ്ടുപേരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ആൽവിനോ അപ്പൊ ഇങ്ങനെയായിരിക്കും സിബു ആൽവിന് ആൽവിൻ കുഞ്ഞാന്റിക്ക് കുഞ്ഞാന്റി സിബുവിന് ആണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ആ അതെ ശരിയാണത് സിബു കൊടുക്ക് സിബു കൊടുക്ക് ഇല്ല ശരിയായി അനീറ്റക്ക് കിട്ടിയിട്ടില്ലേ ആകെ എനിക്ക് കിട്ടാനുള്ളത് സിബു ഉണ്ട് ആൽവിൻ ഉണ്ട് കുഞ്ഞാന്റി ഉണ്ട് 3 പേരല്ലേ ഉള്ളൂ അപ്പൊ അതില് സിബു ആൽവിന് കൊടുക്ക ആൽവിൻ കുഞ്ഞാന്റിക്ക് കൊടുക്ക കഴിഞ്ഞു ആ ആ അതും സാബ അപ്പൊ അതില് ഒരെണ്ണം സിബു ആയിരിക്കും ഓ ഇവരുടെ എല്ലാം കുടുംബത്തേക്കാലോ
എല്ലാവരും വളരെ വേഗത്തില് കുളിച്ച് വല്ലേ കുറച്ച് ഫോട്ടോസ് കൂടെ അറ്റാച്ച് ചെയ്യാണ് ഈ ഹോം സ്റ്റേയുടെ കുറച്ച് ഫോട്ടോസ്.